അപ്പോൾ ഗുഡ് മോർണിംഗ്. ഞാനും എല്ലാം കൂടെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി കാണും, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടോ. അതായത് നമ്മുടെ കളമശ്ശേരിയിലുള്ള പുതിയ EVMൻ്റെ ഷോറൂമിൻ്റെ അകത്താണ്. ഇതിൻ്റെ പ്രോപ്പർ ഇനാഗ്രേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു സോഫ്റ്റ് ലോഞ്ച് ഒന്നുമല്ല, ഒരു വർക്ക് നടക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ശരിക്കും ഏതാ മാർച്ച് 8 അല്ലേ? നാളെ മാർച്ച് 8. അപ്പോൾ നാളെയാണ് വുമൻസ് ഡേ. എന്താണ് വുമൻസ് ഡേ? ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷമായി. അപ്പോൾ നാളെയാണ് വുമൻസ് ഡേ. അപ്പോൾ വുമൻസ് ഡേ സെലിബ്രേഷൻ ഇവർ ഒരു ദിവസം ഏർലിയർ ആയിട്ട് മാർച്ച് 7 നമ്മുടെ ഇവിടുന്ന് കളമശ്ശേരിയിൽ നിന്ന് നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് വി ആർ ഗോയിങ് ടു നമ്മുടെ ഗ്രാൻഡ് ഹൈത്ത് വരെ പോവാണ്. അപ്പോൾ താണ്ടെ എൻ്റെ കൂടെ ഒരു മിടുക്കി ഡ്രൈവർ ഉള്ളതുകൊണ്ട് താണ്ടെ ഇന്ന് BMW ഇന്ത്യ അവളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ 3 സീരീസ് എടുക്കുന്നില്ല, പകരം ഇവിടുന്ന് ഇവർ ഏതെങ്കിലും ഒരു വെഹിക്കിൾ നമുക്ക് തരും. ഒന്നെങ്കിൽ മിനി ആയിരിക്കും, അല്ലെങ്കിൽ മേ ബി നമ്മുടെ BMൻ്റെ ഏതെങ്കിലും ഒരു വെഹിക്കിളായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് പോയിട്ട് ഈ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ശരിക്കും ഇവർ ചെയ്തേക്കുന്ന 3 സെഗ്മെൻ്റായിട്ടാണ്. അതായത് ഏറ്റവും അറ്റത്ത് നമ്മുടെ നോർമലി ബൈക്കുകളൊക്കെ വരുന്നുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് മിനിയുടെ സെഷൻ, അങ്ങ് അറ്റത്താണ് താണ്ട് BMൻ്റെ സെഷൻ, അതിൻ്റെ ഏറ്റവും പുറകിൽ M കാർ തന്നെ ഇടാനായിട്ട് ലൗഞ്ച് വരെ വെച്ചിട്ടുണ്ട്. അല്ല ഇടി ഒരു M കാർ എടുക്കണ്ടേ? എൻ്റെ ആഗ്രഹം ഒരു M എടുക്കുക, അല്ലെങ്കിൽ ഒരു പോഷ് എടുക്കുക എന്നുള്ളത് കേട്ടോ. ഇവളുടെ ആഗ്രഹം താണ്ട് ഈ കിടക്കുന്ന സാധനം ഇതെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ആ ഡ്രൈവിൻ്റെ ഒരു എക്സ്പീരിയൻസും ഒക്കെ നമുക്ക് ഓൺ ദ വെയിൽ ഒരു ഞാൻ പറഞ്ഞ ഡോക്ടർ ഡ്രൈവിൽ ഷെയർ ചെയ്യാം. ഇത് ജസ്റ്റ് ഞങ്ങളുടെ ചുമ്മാ കലവല ബാക്ക്ഗ്രൗണ്ട് എന്താണ് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ശരിക്കും പ്രൗഡായിട്ടുള്ളൊരു കാര്യമായിട്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട്, ഞാൻ നുണ പറയുന്നില്ല, നമ്മൾ ഭയങ്കരധികം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരധികം ഇഷ്ടപ്പെടുന്നൊരു ബ്രാൻഡിൻ്റെ പാട്ടാവുക, അവർ നമ്മളെ പേഴ്സണലി ഇൻവൈറ്റ് ചെയ്ത് അവരെ ഒന്ന് മാർക്കറ്റ് ചെയ്ത് കൊടുക്കുമെന്ന് ചോദിക്കുക, ഒക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണക്കാരൻ നിങ്ങളാട്ടോ, വേറെ ആരുമല്ല. നമുക്ക് എന്താണെങ്കിലും ഇതിൻ്റെ ബ്രീഫിംഗ് എന്താണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് ബാക്കിയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നിങ്ങളെപ്പോലെ തന്നെ ഞാനും സർപ്രൈസ്ഡാണ്. എനിക്കും അറിയില്ല ഏത് വണ്ടി പലോട്ട് ചെയ്യുന്നുള്ള ഏതാണെന്നുള്ള നോക്കാം. വല്ല M കാറും ഉണ്ടായിരുന്നു, അത് തരുമെന്ന് ചോദിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞാനല്ലോ ഡ്രൈവ് ചെയ്യുന്നത്, അവളല്ലേ. അപ്പോൾ അവളവിടുത്തെ ആ ഫ്രണ്ടിൽ ആ ഒരു പ്രോഗ്രാം നടക്കുന്നിടത്തുണ്ട്. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ എല്ലാവരും ഇറങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വണ്ടികൾ, നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് വെഹിക്കിൾസ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ ചുറ്റും ഒന്ന് ആസ്വദിക്കുകയായിരുന്നു. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് വെഹിക്കിളാണ് കേട്ടോ, M340. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള പറയും. ദിസ് വൺ ഓൾസോ. പക്ഷേ ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണെന്നുള്ളൊരൊറ്റ പോരായ്മയെ ഞാൻ കാണുന്നുള്ളൂ. ഇല്ലായിരുന്നെങ്കിൽ ദാറ്റ് കുഡ് ഹാവ് ബീൻ എ ഡ്രീം. കൊള്ളാം, എന്നെ അടിപൊളി ലൈനപ്പാന്ന് നോക്കി. ഇതിൻ്റെ ഒഫീഷ്യൽ ഇനാഗ്രേഷൻ ഉടനെ വരുന്നുണ്ട്. നമുക്ക് നിനക്ക് ഏതാണെന്ന് പറഞ്ഞോ? ഏത് വണ്ടിയാണെന്ന് അറിഞ്ഞോ? എങ്ങനെ ഇരിക്കണം? അപ്പോൾ അവർ ഏറ്റവും പുതിയ X1 അലോട്ട് ചെയ്തിട്ടുണ്ട്. എന്നോട് 5 സീരീസ് വേണോ, X1 വേണോ, 2 സീരീസ് വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ X1 മതി എന്ന് പറഞ്ഞു. കാരണം ഇത് പുതിയതാണ്, ഇത് നമ്മൾ റിവ്യൂ ചെയ്തിട്ടില്ല, ബാക്കിയൊക്കെ നമ്മൾ റിവ്യൂ ചെയ്താൽ. അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അതിലൊന്ന് പോയി നോക്കാം. അപ്പോൾ അവൾ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്, സീറ്റിംഗ് ഒക്കെ ഒന്ന് ഫിക്സ് ചെയ്യുക. എങ്ങനെയുണ്ടടി? ലോ ക്ലാസ്സിനും ഓക്കെ. ഇതാണ്ടേ ഇവളുടെ ഡ്രീം കാർ കിടക്കുന്നു, BMW അല്ല, മിനി കൂപ്പർ. ഈ മാപ്പ് നോക്കി അങ്ങ് ഓടിച്ചോ, ഒന്നും നോക്കണ്ട. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട്? എങ്ങനെയുണ്ട്? നീ മറ്റേ നമ്മുടെ 2 സീരീസ് ഓടിക്കുന്നതാണ്, 5 സീരീസ് ഓടിക്കുന്നതാണ്. ഇപ്പം ജസ്റ്റ് ഒന്ന് ഓടിച്ചപ്പോൾ എന്ത് തോന്നുന്നു? X1 ആണോ? നീ ഓടിച്ചില്ലല്ലോ ഒത്തിരി ഒന്നും, കട്ടറൊന്നും അറിയുന്നില്ലല്ലേ? സസ്പെൻഷൻ ഭയങ്കര രസമായിട്ടുണ്ടല്ലേ? എനിക്ക് പേഴ്സണലി കയറി ഇരുന്നപ്പോൾ കിട്ടിയൊരു ഫീല്, സസ്പെൻഷൻ ഭയങ്കര സ്മൂത്തായിട്ടുണ്ട്. പുതിയ X1ൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു. അതെ, ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഒരു ജസ്റ്റ് ഒരു ബേസിക് റിവ്യൂ വേണമെങ്കിൽ ഞാൻ നമ്മുടെ ചാനലിലേക്ക് ഇത് കഴിയുമ്പോഴത്തേക്കും ചെയ്തിട്ടേക്കാം. ആക്സലേഷൻ ടെസ്റ്റൊക്കെ നമുക്ക് തന്നെ ഇവിടെ കൊണ്ട് ചെയ്യിപ്പിക്കാം. പറഞ്ഞപ്പോഴേ വണ്ടി സ്റ്റാർട്ടായല്ലോ. അപ്പം നമുക്ക് പോയി നോക്കാം. ഉച്ചയ്ക്ക് ഹയത്തായതുകൊണ്ട് അവിടെ നല്ല ഗ്രാൻഡ് ഫുഡൊക്കെ കാണും. പിന്നെ കുറേ സെലിബ്രിറ്റീസ് ഉണ്ട്, സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ വൈഫും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അർജുൻ അശോകൻ്റെ വൈഫ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? പരിചയപ്പെടണമെന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട് ഇവള്. പിന്നെ ഡോക്ടർ ഡ്രൈവിൻ്റെ വൈഫുണ്ട്. പിന്നെ ഡോക്ടർ ഡ്രൈവിൻ്റെ ക്യാമറമാൻ ഉണ്ട്. അവനോട് മറ്റേ ചൊറി ഇങ്ങനെ നിങ്ങൾ പറയുന്നില്ല, ഇങ്ങനെ കൈയും മാന്തി മറ്റേ തലയൊക്കെ മാന്തി മറ്റേ പഞ്ച് കുറയ്ക്കെന്ന് പറഞ്ഞാൽ ഞാൻ അഖിൽ കുട്ടൻ. ഇടി അങ്ങനെയൊക്കെ വീഡിയോയ്ക്കകത്ത് വ്ളോഗിൻ്റെ അകത്തൊക്കെ കാണണം. കഴിഞ്ഞ ദിവസം റേഞ്ചറസ് ഇല്ലേ, റേഞ്ചറസിൻ്റെ അകത്ത് കഷ്ടമൊക്കെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. ഓ താജേ, എന്റെ ചാത്തമാരെ മൊട്ടയിലെ കൂടോത്രം വലിച്ചേക്കണേ. രസമല്ലേ? ഇപ്പോൾ രാവിലത്തെ മറ്റേ ഞാൻ പറഞ്ഞില്ല പോഷ് ഇറക്കാൻ പോയതുകൊണ്ട് മനുഷ്യൻ്റെ ഉപ്പാടിളകി. അത് മറ്റേ ഭയങ്കരമായിട്ട് തള്ളിതുണ്ട്. എൻ്റെ കൈയൊക്കെ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. ഒരു പുള്ളി വന്ന് സ്റ്റീറിങ് തിരിച്ചു തന്നു എൻ്റെ കൈക്കട്ട കൊണ്ട്. പണ്ട് അവരെ കയ്യിലെ കൂടെ ഓടിച്ചാടി നടപ്പുണ്ട്. ഇനി ഒരു പിറ്റ് സ്റ്റോപ്പ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ലൈനായിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും.
അപ്പോൾ നമുക്ക് പോകാം. ഇതിലിപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 340 കിടപ്പുണ്ട് ഇതിൻ്റെ അകത്ത് ഈ ലൈനപ്പിൽ. പിന്നെ അതുപോലെ ഇതിൻ്റെ ഏതാ മിനി കൂപ്പർ മിനി, അവളുടെ മിനിയാന്നുള്ളത് എനിക്കറിയായിരുന്നു. മിനിയുണ്ട്, എനിക്ക് മിനി ഇഷ്ടപ്പെട്ടു, ഭയങ്കര രസമുണ്ട് മിനി കാണാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത സിഗ്നലിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് ഈ വണ്ടി, എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ, ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴേ ഇവിടെ ഒരു പോകുന്ന വഴിക്ക് നമ്മുടെ മറ്റേ AMG ഇല്ലേ, മറ്റേ നമ്മുടെ മമ്മൂട്ടിയുടെ ഇരിക്കുന്ന സാധനം, ആ സാധനം ഇപ്പോൾ ക്യാമറയൊക്കെ ഇട്ട് എത്തി വലിഞ്ഞ് നമ്മുടെ BMW കോൺവേയുടെ ഷൂട്ട് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഇത് ഓടിക്കുന്ന ഏതോ വൈഫിൻ്റെ ഹസ്ബൻഡാണ്, പക്ഷേ എന്നാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കൊരു ഷോർട്ടായിട്ട് ഇടായിരുന്നു. എന്താണ് ഈ AMG-കാരൻ നോക്കുന്നതെന്നറിയോ? എന്നിട്ട് നമ്മുടെ BMW ലോഗോ കണ്ടേ, ഇതാണ് ഞാൻ പറഞ്ഞ AMG. 19 വണ്ടി ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, നിറച്ചും നമ്മുടെ BM-കൾ മാത്രം. അതുകൊണ്ട് BMW വെച്ചിട്ട് ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. അതിൻ്റെ അവിടെ തൊട്ട് അറ്റം വരെ നമ്മുടെ ലൈനപ്പാണ്. നമ്മുടെ ബാക്കിലും കിടപ്പുണ്ട് കേട്ടോ, X5ഉം X3 ഒക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. M-കാർ ഒന്നും വന്നിട്ടില്ല, M-കാർ ഞാൻ മിസ് ചെയ്തത്. 1-2 M-കാർ ഉണ്ടായിരുന്നു. ഇവർക്ക് M-കാർ മറ്റേ ഇതില്ലല്ലോ, ഡെമോ കാർ ഇല്ലല്ലോ, അതുകൊണ്ടാണ്. M-കാറും കൂടെ BMW ഡെമോ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അതാണ്ട് ഒരു ടോൾ പ്ലാസ നിറച്ചും BMW കിടക്കുന്ന നോക്കി, എന്താ കഴിച്ച. ടോൾ പ്ലാസ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നല്ല കാലൊക്കെ കൊടുത്ത് ഇങ്ങ് വന്നിട്ടുണ്ട്. എന്ത് രസമല്ലേ ഈ നമ്മുടെ കണ്ടെയ്നർ റോഡ്. പക്ഷേ ഈ കണ്ടെയ്നർ പോയി അത്യാവശ്യം ഇറഗുലാരിറ്റി ഉള്ളതുകൊണ്ട് അതാണ് ചാടുന്നു. അങ്ങനെ നമ്മൾ ദാണ്ട് ഹയാത്തെത്തി. അവിടെ ചെറിയൊരു ചെക്കിംഗ് ഉണ്ട്. ഇവിടെ ഒരു കുഞ്ഞ് ബ്ലോക്ക് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു ശകലം കൂടെ ബൈക്കാരെല്ലാം ഉള്ളതുകൊണ്ടേ അത്യാവശ്യം ബ്ലോക്ക് കിട്ടും. ഞങ്ങൾ കണ്ട അവിടുന്ന് ഷാമ്പയിനൊക്കെ എടുത്ത് പുറത്തോട്ട് വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അതിൽ എന്തൊക്കെയോ തള്ളുന്നുണ്ട്, അവനും അറിയത്തില്ല അവർക്കും അറിയത്തില്ല. കൊള്ളാല്ലേ, അവിടെ എന്തൊക്കെയോ ഫംഗ്ഷൻ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആ പൂളാണ്, ഈ പൂള് ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞ് കേസ് വരുമോ? അഖിലാണ് എത്തി വലിയ നോക്കുന്നുണ്ട് കുളിസീനാന്ന് പറഞ്ഞു. നല്ല രസമുണ്ട്. അകത്ത് ഭയങ്കര ഒരു ജപ്പാനീസ് സ്റ്റൈൽ ഒരു ബാറാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ അകത്ത് ഒത്തിരി ഷൂട്ട് ചെയ്യില്ല, കുറേ ആൾക്കാരുള്ളതുകൊണ്ട്. അപ്പം പുറത്ത് വന്ന് ഫ്രീ ആയിട്ട് ചെയ്യാമല്ലോ എന്ന് ഓർത്തു. ഞാൻ ഫോൺ താഴെ പോയാൽ തീർന്നു. അപ്പോൾ ദാണ്ട നമ്മൾ ഹാപ്പി വുമൻസ് ഡേ എന്നൊക്കെ എഴുതിക്കൊണ്ടുള്ള ഡെസേർട്ടൊക്കെ കഴിച്ച് ഇവിടെ ദാണ്ട ഹയത്തിൻ്റെ അവിടെ നിൽക്കുക. അപ്പോൾ ദാണ്ട അവളോടെ നിൽപ്പുണ്ട്, അവളോട് 1-2 ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല രസമാണ്, നല്ല കാറ്റുമൊക്കെ അടിച്ച്. ഫുഡ് മറ്റേ എന്തൊക്കെ ഉണ്ടായിരുന്നു, പിസ്സ ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം മീൻ കറി ഉണ്ടായിരുന്നു, പൊറോട്ട ചിക്കൻ കറി ഉണ്ടായിരുന്നു. കഴിക്കുന്നൊന്നും എടുത്തില്ല. ഡെസേർട്ട്സ് ഞാൻ കഴിച്ചില്ല, അത് നമ്മുടെ ടേസ്റ്റ് കുറച്ച് ചോക്ലേറ്റ് ഫ്ലേവറില്ല, അതില്ലാത്തതുകൊണ്ട് എടുത്തില്ല. അപ്പോൾ എന്താണെങ്കിലും ഇനി നമുക്ക് ഇറങ്ങാൻ നേരത്ത് കാണാം. ഞങ്ങൾ തൻ്റെ ഹയാത്തിൽ നിന്ന് ഗ്രാൻഡായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നിങ്ങളെ കാണിച്ചില്ല, കൊതി കിട്ടണില്ലെന്ന് ഓർത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തൻ്റെ തിരിച്ച് ഷോറൂമിലേക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഓഫീസിൽ പോകേണ്ടതുകൊണ്ട് നമ്മളിന്ന് വേറെ പരിപാടി പിടിക്കുന്നില്ല, വേഗം പോവാം. എനിക്ക് വർക്ക് ടെക് മേഖലയിൽ കുറച്ചധികം വർക്കുണ്ട്. എന്താ പറയണ്ടത്, എന്നടി എങ്ങനെയുണ്ടായിരുന്നു, ഇവൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഗിഫ്റ്റ് എന്നാന്ന് കാണിച്ചു, വിക്ടോറിയ സീക്രട്ട് അല്ലേ? എന്നാന്ന് പറ, സ്ലോ മോഷൻ കളിക്കല്ലോ, ലാഗ് അടിക്കും. ഇതൊക്കെ വ്ളോഗ്. എന്നിട്ട് ഞങ്ങൾ താണ്ട് തിരിച്ചു പോവാ. അവർക്ക് അതിൻ്റെ അകത്ത് എന്താ പെർഫ്യൂം എന്താണ് ബാക്കി കാണിക്കുന്നില്ലേ? നീ മാത്രമേ ഉള്ളൂ, അതിനാണ് സ്ലോ മോഷൻ കളിച്ചോണ്ടിരുന്നത്. അഖിലി എന്ന് ചോദിച്ചു, കിട്ടിയില്ല, പിള്ളേർക്ക് ഉള്ളതെന്ന് പറഞ്ഞു. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? ഞാൻ പറയട്ടെ, ഓ അതുകൂടെ പറയാവേ. കണ്ടോ, അവിടെ BMW ഗിഫ്റ്റ് ഒക്കെ തന്നു. വിക്ടോറിയ സീക്രട്ടിന്റെ പെർഫ്യൂം ഒക്കെ കിട്ടി. പെർഫ്യൂം ഒരു ചെറിയ സാമ്പിൾ അത്രേ ഉള്ളൂ. തിരിച്ചിപ്പോ BMW ഷോറൂമിലേക്ക് പോവാണ്. വണ്ടിയുടെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മുടെ ഡോക്ടർ ഡ്രൈവിൽ കിടപ്പുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത് അല്ലേ? വൈൻഡപ്പ് ചെയ്തേക്കാം. ദീപക് രാജൻ ആൻഡ് അനിൽ ജോസ് ആൻഡ് അഖിൽ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്, ബൈ.